ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിഗ്നോമെട്രിക് ഫൊറിയർ സീരീസ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിമെട്രിക്കൽ ഈവൻ ഓഡ് പീരിയോഡിക് സിഗ്നൽസിൻ്റെ കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം സിമെട്രിക്കലായിട്ടുള്ള ഓഡ് സിമെട്രി, ഈവൻ സിമെട്രി കേസസിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്റ്റെയിൻ ദ ട്രിഗ്നോമെട്രിക് ഫൊറിയർ സീരീസ് ഓഫ് ദ ഫോളോയിങ് വേവ് ഫോം. സോ വേവ് ഫോം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു സ്ക്വയർ വേവ് ഫോം ആണ് നമുക്കിവിടെ തന്നേക്കുന്നത്. സോ 0 മുതൽ പൈ വരെ അതിൻ്റെ വാല്യൂ എ ആണ്, -π to 0 അതിൻ്റെ വാല്യൂ -a ആണ്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു പീരിയോഡിക് സിഗ്നലാണ് ഇവിടെ തന്നേക്കുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കറിയാം, എപ്പോഴും നമ്മൾ ആ ട്രിഗ്നോമെട്രിക് ഫൊറിയർ സീരീസ് എക്സ്പ്രഷൻ എഴുതുക. ഇതാണ് നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ. ദാറ്റ് ഈസ് A0 പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 to infinity an cos n omega naught t plus bn sin n omega naught t. സോ ഇതാണ് നമ്മുടെ സീരീസ്, ട്രിഗ്നോമെട്രിക് ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്കറിയാം ഈ സിമെട്രി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും അത് ഈവൻ സിമെട്രി ആണോ ഓഡ് സിമെട്രി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അങ്ങനെ വരാത്ത കേസസിൽ നമുക്ക് ജനറലായിട്ടുള്ള A0 AN BN ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ നമുക്കിവിടുത്തെ ആ ഒരു സിഗ്നൽ കമ്പോണൻറ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതാണ് ഇവിടുത്തെ സിഗ്നൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ആണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. സോ ഈ ഒരു സൈക്കിളാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. സോ ഈ സിഗ്നൽ ഇപ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലാണ് ഞാനിപ്പം റെപ്രസെൻ്റ് ചെയ്തത്. സോ ഈ ഒരു സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ 0 മുതൽ പൈ വരെ അതിൻ്റെ വാല്യൂ എ ആണ്, -π മുതൽ 0 വരെ അതിൻ്റെ വാല്യൂ -a ആണ്. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു കണ്ടീഷനാണ്. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു -x ഓഫ് -t. സോ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു -x ഓഫ് -t. ഇത് നമ്മുടെ ഓഡ് സിമെട്രി കണ്ടീഷനാണ്. സോ ഇതൊരു ഓഡ് സിമെട്രിക്കൽ പീരിയോഡിക് സിഗ്നലാണ്. എന്ന് വെച്ചാൽ 0 മുതൽ പൈ വരെ എന്ത് വാല്യൂ ആണോ, അതായത് എ ആണ് ഇവിടുത്തെ വാല്യൂ, നമുക്കതിൻ്റെ ടൈം റിവേഴ്സ് ചെയ്യുമ്പോൾ -π മുതൽ 0 വരെ അതിൻ്റെ വാല്യൂ -a ആണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആക്കി പറഞ്ഞാൽ എക്സ് ഓഫ് -t നമുക്ക് കിട്ടുന്നത് -x ഓഫ് ടി ആണ്. ഇത് ഓഡ് സിമെട്രിയുടെ കണ്ടീഷനാണ്. സോ ദിസ് ഇസ് ആൻ ഓഡ് സിമെട്രിക്കൽ വേവ് ഫോം. അപ്പോൾ ഓഡ് സിമെട്രി ആണെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ എഴുതാം, സിൻസ് ദ ഗിവൺ വേവ് ഫോം ഈസ് ഓഡ് സിമെട്രി, given waveform is odd symmetry. ഓഡ് സിമെട്രി ആണെങ്കിൽ ഇതിൻ്റെ കണ്ടീഷൻസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. A0യുടെ വാല്യൂ 0 ആയിരിക്കും, ANൻ്റെ വാല്യൂ 0 ആയിരിക്കും. നമുക്കിവിടെ BN വാല്യൂ മാത്രം, കോഎഫിഷ്യൻറ്റ് BN മാത്രം ഇവാലുവേറ്റ് ചെയ്താൽ മതി. BNൻ്റെ എക്സ്പ്രഷന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 4/t ഇൻ്റഗ്രൽ 0 to t/2 x of t sin n omega naught t dt. സോ ഇതാണ് നമുക്ക് ഓഡ് സിമെട്രി. അപ്പോൾ ഒരു വേവ് ഫോം തന്നു കഴിഞ്ഞാൽ ഏത് സിമെട്രി ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ അതിൻ്റെ കോഎഫിഷ്യൻസ് എങ്ങനെ വരും എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൻ്റെ എക്സ്പ്രഷൻസ്, റിമൈനിങ് കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ്, 0 അല്ലാത്ത കോഎഫിഷ്യൻസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൻ്റെ എക്സ്പ്രഷൻ എഴുതുക. ദെൻ ഈ എക്സ്പ്രഷൻ അത് നമുക്ക് ടി അറിയില്ല, എക്സ് ഓഫ് ടി അറിയില്ല, ഒമേഗ നോട്ട് അറിയില്ല. സോ ഈ വാല്യൂസ് നമ്മൾ എപ്പോഴും ഒരു വേവ് ഫോമിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ വേവ് ഫോം നോക്കുവാണെങ്കിൽ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് ഇതാണ്, ഈ ഒരു സിഗ്നലാണ്. ഒരു പോസിറ്റീവ് ഹാഫും പിന്നെ ഒരു നെഗറ്റീവ് ഹാഫുമാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. സോ ഇതാണ് ഇവിടുത്തെ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന കമ്പോണൻറ്റ്. ഇതാണ് നമ്മുടെ എക്സ് ഓഫ് ടി. സോ ഈ എക്സ് ഓഫ് ടി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. എക്സ് ഓഫ് ടി നമ്മൾ നോക്കുവാണെങ്കിൽ -π മുതൽ പൈ വരെയാണ് ഈ ഒരു സിഗ്നൽ പോകുന്നത്. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. സോ ഇവിടുത്തെ ടൈം പീരീഡ് നോക്കുവാണെങ്കിൽ -π മുതൽ പൈ വരെ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ -π, ദാറ്റ് ഈസ് 2π. സോ ടൈം പീരീഡ് ക്യാപിറ്റൽ ടിയുടെ വാല്യൂ എത്രയാണ്, 2π ആണ്. സോ വി ക്യാൻ റൈറ്റ് ദ ടൈം പീരീഡ്
ടി ഈസ് ഈക്വൽ ടു 2π ആൻഡ് ഒമേഗ നോട്ട് നമുക്കറിയാം ആംഗുലർ ഫ്രീക്വൻസി 2π/t ആണ് എൻ്റെ എക്സ്പ്രഷൻ. സോ 2π/2π വരും. സോ നമ്മുടെ വാല്യൂ 1 വരും. ഒമേഗ നോട്ടിൻ്റെ വാല്യൂ 1 വരും. ടിയുടെ വാല്യൂ 2π വരും. എക്സ് ഓഫ് ടിയുടെ എക്സ്പ്രഷന് നമ്മൾ പറഞ്ഞു എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ആ പോസിറ്റീവ് നെഗറ്റീവ് സൈക്കിൾസ് ആണ്. ഇതൊരു സ്ക്വയർ വേവ് ആയതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് എഴുതാം. 0 മുതൽ π വരെ അതിൻ്റെ വാല്യൂ a ആണ്. -π മുതൽ 0 വരെ നമുക്കതിൻ്റെ വാല്യൂ -a ആണ്. നമ്മൾ അഥവാ ഇതാണ് ഇൻ്റർവെല്ലായിട്ട് എടുക്കുന്നതെങ്കിൽ 0 മുതൽ π വരെ a ആണ്. π to 2π എടുക്കുവാണെങ്കിലും -a ആണ്. സോ ഏത് ഇൻ്റർവെൽ വേണമെങ്കിലും എടുക്കാം. ഞാൻ ഈ 0യ്ക്ക് അടുത്ത് നിൽക്കുന്ന -π to π ആ ഒരു ഇൻ്റർവെല്ലാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഏത് ഇൻ്റർവെൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം. സോ ഞാൻ എഴുതുവാണ് എക്സ് ഓഫ് ടിയുടെ വാല്യൂ a ആണ് ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു π and this is equal to -a for -π ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. സോ ആ ഒരു സ്ക്വയർ പൾസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. സോ നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4/t ടിയുടെ വാല്യൂ 2π ആണ്. സോ ഇൻറ്റഗ്രൽ 0 to t/2. t/2 മീൻസ് 2π/2. സോ നമുക്ക് 0 മുതൽ π വരെ കിട്ടും. ദെൻ എക്സ് ഓഫ് ടി സൈൻ n ഒമേഗ നോട്ടിൻ്റെ വാല്യൂ 1 ആണ്. സോ സൈൻ എൻ ടി ഡി ടി. സോ ഇവിടെ t/2 ആയതുകൊണ്ടാണ് 0 മുതൽ π. സോ 0 മുതൽ π വരെ എക്സ് ഓഫ് ടിയുടെ വാല്യൂ എന്താണെന്ന് നോക്കുക. 0 മുതൽ π വരെ എക്സ് ഓഫ് ടിയുടെ വാല്യൂ a ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 4/2π 0 to π a സൈൻ എൻ ടി ഡി ടി. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എ ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ഇത് ഇപ്പുറത്തേക്ക് എടുക്കാം. സോ നമുക്ക് ഇവിടെ 4ഉം 2ഉം ക്യാൻസൽ ചെയ്ത് 2a/π എന്ന് വരും. ദെൻ ഇൻറ്റഗ്രൽ സൈൻ എൻ ടി എന്ന് പറയുന്നത് മൈനസ് കോസ് എൻ ടി ബൈ എൻ ആണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. 0 മുതൽ π വരെയാണ്. സോ 2a/n ഇപ്പുറത്തേക്ക് എടുക്കുന്നു. nπ ആയി. ആ മൈനസും കൂടി എടുക്കുന്നു. സോ -2a/nπ. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കോസ് nπ മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്. കോസ് 0 1 ആണ്. സോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ. ഇനി നമുക്ക് ആ മൈനസ് നമുക്ക് അകത്തേക്ക് എടുക്കുവാണെങ്കിൽ 2a/nπ ഇൻറ്റു 1 മൈനസ് കോസ് nπ എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു 2a/nπ ഇൻറ്റു 1 മൈനസ് കോസ് nπ എന്ന് പറഞ്ഞാൽ -1 ദ ഹോൾ റേസ് ടു n ആണ്. അതിൻ്റെ ജനറൽ സൈൻ nπ 0 ആണ്. കോസ് nπ -1 ദ ഹോൾ റേസ് ടു n ആണ്. സോ നമുക്ക് bnൻ്റെ വാല്യൂ നമുക്ക് ഡിറ്റർമിൻ ചെയ്തു. a0യും an-ഉം 0 ആണ്. സോ നമുക്ക് ട്രിഗ്നോമെട്രിക് ഫൊറിയർ സീരീസ് എഴുതാം. ട്രിഗ്നോമെട്രിക് ഫൈനൽ സീരീസ്, ട്രിഗ്നോമെട്രിക് ഫൊറിയർ സീരീസ് നമ്മൾ ആദ്യമേ അത് എഴുതിയിട്ടുണ്ടായിരുന്നു. എക്സ് ഓഫ് ടിയുടെ എക്സ്പ്രഷൻ ഇവിടെ a0 0 ആണ്. സോ a0 പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 to infinity an cos omega n omega not t cos n omega not t. സോ an 0 ആയതുകൊണ്ട് ഫസ്റ്റ് ടേം 0 വരും. പ്ലസ് bnൻ്റെ വാല്യൂ ഇതാണ്. സോ 2a/nπ 1 മൈനസ് -1 ദ ഹോൾ റേസ് ടു n. സോ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി എന്നിന് വാല്യൂസ് കൊടുക്കുക. 1 മുതൽ ഇൻഫിനിറ്റി വാല്യൂസ് ആണ്. അത് എക്സ്പാൻഡ് ചെയ്ത് സീരീസ് ആക്കി എഴുതുക. സോ എന്നിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2a/n 1 കൊടുക്കുന്നു. ദാറ്റ് ഈസ് 2a/π 1 മൈനസ് n 1 കൊടുക്കുമ്പോൾ ഇവിടെ -1 ആണ് വരുന്നത്. -1 the whole raised to 1, that is -1. So 1 minus -1 means that will be equal to 2. So first term 2 എന്ന് കിട്ടും. Then ഇവിടെ ഒരു സൈനൂടുണ്ട്. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. an വാല്യൂ 0 ആണ്. പ്ലസ് pn സൈൻ n ഒമേഗ നോട്ട് ടി. ഒമേഗ നോട്ട് 1 ആയതുകൊണ്ട് നമുക്ക് സൈൻ എൻ ടി എന്ന് എഴുതാം. സോ ഇവിടെ ഞാൻ എന്നിന് 1 കൊടുക്കുമ്പോൾ 2a/π 1 മൈനസ് -1 2 വരും. സൈനിന് 1 ആണ്. സൈൻ ടി എന്ന് വരും. ദെൻ നെക്സ്റ്റ്
നെക്സ്റ്റ് ടേം എന്നിന് 2 ആണ് കൊടുക്കേണ്ടത്. എന്നിന് 2 കൊടുക്കുമ്പോൾ ഈ ഒരു ടേമിനകത്ത് എന്നിന് 2 കൊടുക്കുമ്പോൾ -1 ദ ഹോൾ സ്ക്വയർ 1 ആണ്, 1 - 1 0 ആണ്. സോ നെക്സ്റ്റ് ടേം 0 ആണ് നമുക്ക് കിട്ടുന്നത്. ദെൻ എന്നിന് കൊടുക്കേണ്ടത് 3 ആണ്, നെക്സ്റ്റ് വാല്യൂ 3 ആണ്. സോ നമുക്ക് 3 കൊടുക്കുമ്പോൾ 2a/3π എന്ന് വരും. ഇവിടെ നമുക്ക് 3 കൊടുക്കുമ്പോൾ -1 1 - 1 2 എന്ന് തന്നെ വരും, sin 3t വരും. നെക്സ്റ്റ് എന്നിന് 4 ആണ് കൊടുക്കുന്നത്, അത് 0 വരും. ദെൻ എന്നിന് 5 കൊടുക്കും, 5 കൊടുക്കുമ്പോൾ 2a/5π എന്ന് വരും, 5π. ഇവിടെ 2 തന്നെ വരും, sin 5t പ്ലസ് എക്സെട്ര. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന സീരീസ്. ഇതിനെ നമുക്ക് ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. 2 × 2 4a/π sin t പ്ലസ് നെക്സ്റ്റ് 4a/3π sin 3t പ്ലസ് 4a/5π sin 5t പ്ലസ് എക്സെട്ര. സോ ഇതാണ് നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ. സോ ഇതൊരു ഓഡ് സിമെട്രിയാണ്, അതിൻ്റെ കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ഈ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. സോ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ, ഒബ്റ്റെയിൻ ദ ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസ് ഓഫ് ദ ഗിവൺ വേവ് ഫോം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുക ഇത് ഈവൻ സിമെട്രി ആണോ ഓഡ് സിമെട്രി ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെ നമ്മുടെ സിഗ്നൽ എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ട്രയാങ്കുലർ പൾസാണ്. ഇങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ശരിക്കും ഇവിടെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയും നമുക്ക് കൺസിഡർ ചെയ്യാം, ഈ ഒരു വി പോലെ നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഒന്നുകിൽ ട്രയാങ്കിളായിട്ട്, അല്ലെങ്കിൽ ഈ രണ്ട് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയും കൺസിഡർ ചെയ്യാം. ഇതാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്, ഈ ഒരു വി ഷേപ്പാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ട്രയാങ്കിളാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. സോ ഏത് കേസ് എടുത്താലും ഇവിടുത്തെ ടൈം പീരീഡ് നമുക്ക് ഈസി ആയിട്ട് പറയാം. ടൈം പീരീഡ് 2π ആണ്. സോ ടൈം പീരീഡ് എന്ന് പറയുന്നത് പൈ ആണ്. ടൈം പീരീഡ് പൈ ആണ്. സോ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ടിയുടെ വാല്യൂ നമുക്ക് അറിയാം പൈ ആണ്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത് എഴുതാം. ഇവിടെ 2π കൊടുക്കാം. 2π ഇപ്പം കുറച്ചും കൂടി ഈസി ആയിരിക്കും. സോ ദിസ് ഈസ് -2π. So 0 2π and this is 4π 6π, this is -4π, so this is -6π. സോ അനാലിസിസ് കുറച്ചും കൂടി എളുപ്പമാകാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്തത്. സോ നമുക്ക് ടൈം പീരീഡ് ഇവിടെ 2π ആയിട്ട് തന്നെ എടുക്കാം. സോ 0 മുതൽ 2π വരെ ഇതാണ് ഇവിടുത്തെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ 2 = t = 2π. സോ ഇതാണ് നമുക്കിവിടെ ഇതെന്തായിരിക്കും, ഇത് പൈ ആയിരിക്കുമല്ലോ, ഇതിൻ്റെ പകുതിയാണ്. സോ ഇത് പൈ ആണ്, ഇത് -π ആണ്. സോ ഞാൻ ഈ ഒരു കേസ് x(t)യുടെ വാല്യൂ, ടിയുടെ വാല്യൂ നമുക്ക് കിട്ടി. സോ നമുക്ക് ω0 കണ്ടുപിടിക്കാൻ പറ്റും. 2π/t ആണ്, ദാറ്റ് ഈസ് 2π/2π ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 1 radians/second. സോ ω0 വാല്യൂ നമുക്ക് കിട്ടി. ദെൻ നമുക്ക് x(t) ആണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു x(t) എന്ന് പറയുന്നത് ഈ വി ഷേപ്പിലുള്ള സിഗ്നലിനെ x(t) ആയിട്ട് എടുക്കാം, അതല്ലെങ്കിൽ ഈ ഒരു ട്രയാങ്കുലർ സിഗ്നലിനെ എടുക്കാം. സോ ട്രയാങ്കിളാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 0 മുതൽ 2π വരെ എടുക്കുക. നമ്മൾ ഈ ഒരു വി ഷേപ്പാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ -π മുതൽ 0 മുതൽ π വരെ. സോ ഞാനിവിടെ ഈ വി ഷേപ്പാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഇതൊരു സിമെട്രിക്കൽ വേവ് ആണ്. കാരണം നമ്മൾ 0 മുതൽ π വരെ എന്താണോ ഇവിടുത്തെ സിഗ്നൽ, -π മുതൽ 0 വരെ സെയിം വാല്യൂ ആണ് ഫോളോ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ നമ്മുടെ ഈവൻ സിമെട്രിയുടെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈവൻ സിമെട്രിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദിസ് വേവ് ഫോം ഹാസ് ഈവൻ സിമെട്രി. കാരണം x(t) = അല്ലെങ്കിൽ x(-t) = x(t) ആണ്. ഇവിടെ 0 മുതൽ π വരെയുള്ള വാല്യൂ തന്നെയാണ് -π മുതൽ 0 വരെ. അതല്ലെങ്കിൽ നമുക്ക് പറയാം 0 മുതൽ π വരെയുള്ള വാല്യൂ തന്നെയാണ് π മുതൽ 2π. അപ്പോൾ ഏത് കേസ് വേണമെങ്കിലും നമുക്ക് ഇവിടെ എടുക്കാം. സോ ഞാനിവിടെ -π to π ആണ് എടുക്കുന്നത്. സോ t 2π ആണ്, ω0ൻ്റെ വാല്യൂ 1 ആണ്. ദെൻ x(t) നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. x(t) ഡിറ്റർമിൻ ചെയ്യാൻ അപ്പോൾ ഇതാണ് നമ്മൾ ഒരു സിഗ്നൽ, നമ്മുടെ x(t) എന്ന് പറയുന്ന സിഗ്നൽ ഇതാണ്.
അപ്പം ഇവിടെ നമുക്കറിയാം ഇത് -π മുതൽ 0 π വരെ പോകുന്ന സിഗ്നലാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു സ്ലോപ്പ് എടുക്കുവാണ്. 0 മുതൽ π വരെയുള്ള ഈ ഒരു സ്ലോപ്പാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ ഈ പോയിന്റ് എന്ന് പറയുന്നത് 0 ആണ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് πa ആണ്. കാരണം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് a ആണ്. സോ ഈ ഒരു സ്ലോപ്പാണ് എടുക്കുന്നതെങ്കിൽ ഈ പോയിന്റ് 0 ആയിരിക്കും. ഈ പോയിന്റ് എന്ന് പറയുന്നത് x കമ്പോണൻറ്റ് π ആണ്, y കമ്പോണൻറ്റ് a ആണ്. സോ ഞാൻ πa എന്ന് എഴുതി. സോ ഇതൊരു ലൈൻ ഇക്വേഷൻ ആണ്. സോ നമുക്ക് ആ ലൈൻ ഇക്വേഷൻ എഴുതി നോക്കാം. y മൈനസ് y1 ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1. സോ ഈ കമ്പോണൻറ്റ് ഞാൻ x1, ഇത് y1 എന്ന് എടുക്കുന്നു, ഇത് x2, ഇത് y2. നമുക്ക് തിരിച്ചു എടുക്കാം, എങ്ങനെ എഴുതിയാലും പ്രശ്നമില്ല. ലൈൻ ഇക്വേഷൻ എപ്പോഴും ഇത് തന്നെ ആയിരിക്കും. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ y മൈനസ് y1, y1 0 ആണ്. ആൻഡ് y2 മൈനസ് y1, y2 a, y1 0. സോ a മൈനസ് 0 ബൈ x2 π ആണ്, x1 0 ആണ്. സോ π മൈനസ് 0 ഇൻറ്റു x മൈനസ് x1 എന്ന് പറയുന്നത് 0 ആണ്. സോ നമുക്ക് വൈയുടെ ആൻസർ a/π ഇൻറ്റു എക്സ് എന്ന് വരും. ഇനി നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മുടെ y കമ്പോണൻറ്റ് x ആണ്, നമ്മുടെ x കമ്പോണൻറ്റ് എന്ന് പറയുന്നത് അറിയാം t ആണ്. സോ ഞാൻ അത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ലൈൻ ഇക്വേഷൻ ഈസി ആയിട്ട് എഴുതാം. x ഈസ് ഈക്വൽ ടു a/π ഇൻറ്റു t. ഇതാണ് എനിക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഇത് ഇൻ്റർവെല്ല് 0 മുതൽ π വരെ വരുന്ന ലൈനിൻ്റെ ഇക്വേഷനാണ്. ഇതാണ്. സോ നമ്മൾ ഒരു x ഒരു കണ്ടീഷൻ പറഞ്ഞു. x ഈസ് ഈക്വൽ ടു a/π ഇൻറ്റു t, a/π ഇൻറ്റു t ഫോർ ദ ഇൻ്റർവൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു π. സോ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. സിമിലർലി നമുക്ക് ഈ ഒരു സ്ലോപ്പ് ഇക്വേഷനും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ഈ ഒരു സ്ലോപ്പിൻ്റെ ഇക്വേഷന് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ഈ സ്ലോപ്പ് എഴുതുവാണെങ്കിൽ ഈ പോയിന്റ് 0 ആണ്, ഈ പോയിന്റ് എന്ന് പറയുന്നത് -πa ആണ്. സോ ശരിക്കും ഇതൊരു ഈവൻ സിമെട്രി ആണ്. സോ ഈ പോയിന്റ് വാല്യൂസ് നമ്മൾ ഇക്വേഷൻസ് നമ്മൾ x(-t) വെച്ചിട്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ഡിറ്റർമിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് -a/π. ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി. -a/π ഇൻറ്റു t എന്ന് കിട്ടും ഫോർ ദ ഇൻ്റർവൽ -π ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. സോ ഇത് യൂസ് ചെയ്തിട്ട് ലൈൻ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഇക്വേഷൻ തന്നെ നമുക്കൊരു മൈനസിൻ്റെ വ്യത്യാസം വെച്ചിട്ട് നമുക്ക് കിട്ടും. സോ ഇതാണ് നമ്മുടെ കണ്ടീഷൻസ്. ദെൻ നമുക്കറിയാം ഈവൻ സിമെട്രി ആണ്. ദ ഗിവൺ വേവ് ഫോം ഈസ് ഈവൻ സിമെട്രി. സോ ഈവൻ സിമെട്രി ആണെങ്കിൽ എന്തായിരിക്കും 0? bnൻ്റെ വാല്യൂ 0 ആയിരിക്കും. ബാക്കി ഇത്രയും നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. സോ a0യുടെ വാല്യൂ നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. a0യുടെ എക്സ്പ്രഷൻ പക്ഷേ 2/t ഇൻറ്റു എന്നും പറഞ്ഞാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജനറൽ ഇക്വേഷൻ 1/t ആണ്, പക്ഷേ ഇവിടെ 2/t വെച്ചിട്ടുള്ള ആ ഇക്വേഷൻ പഠിക്കണം. 0 മുതൽ t അല്ല, t/2 ആണ് x(t) dt. ഇവിടെ നമ്മൾ t അറിയാം, tയുടെ വാല്യൂ 2π ആണ്. സോ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 2π 0 to t/2. t/2 എന്ന് പറയുമ്പം 2π/2 ദാറ്റ് ഈസ് π എന്ന് വരും. x(t)യുടെ വാല്യൂ നമുക്ക് 0 മുതൽ π വരെയുള്ള വാല്യൂ, കാരണം ഇൻ്റർവെല്ല് 0 മുതൽ π വരെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. സോ ഇവിടെ നമ്മൾ x(t) dt 0 മുതൽ π വരെയുള്ള x(t)യുടെ വാല്യൂ നോക്കുക. അത് a/π ഇൻറ്റു t ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദിസ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു 0 to π a/π t dt. സോ ഇവിടെ a/π കോൺസ്റ്റൻ്റ് ആണ്. സോ a/π വെളിയിലെടുക്കുമ്പോൾ a/π സ്ക്വയർ എന്ന് വരും ഇൻറ്റു ഇൻ്റഗ്രൽ t dt. ഇൻ്റഗ്രൽ t dt എന്ന് പറഞ്ഞാൽ t²/2 ആണ്. ലിമിറ്റ് 0 മുതൽ π വരെയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a/π² ഇൻറ്റു π²/2 -0 എന്ന് വരും. സോ ഇവിടെ π² നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ a/2 എന്ന് കിട്ടും a0യുടെ വാല്യൂ. സോ a0യുടെ വാല്യൂ നമുക്ക് ഇതുപോലെ സോൾവ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത്
നമുക്ക് എ എൻ ഡിറ്റർമിൻ ചെയ്യണം. സോ എ എന്നിൻ്റെ ഫോമുല എഴുതുക. എ എന്നിൻ്റെ ഫോമുല എ എൻ ഈസ് ഈക്വൽ ടു 4/t ഇൻ്റഗ്രൽ 0 to t/2 എ എൻ എക്സ് ഓഫ് ടി. എ എൻ ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ 0 to t/2 എക്സ് ഓഫ് ടി ഇൻറ്റു കോസ് എൻ ഒമേഗ നോട്ട് ടി ഡി ടി. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ദിസ് ഇസ് ഈക്വൽ ടു 4/tയുടെ വാല്യൂ 2π ആണ്. ലിമിറ്റ് കൊടുക്കുന്നു. t/2 എന്ന് പറയുമ്പോൾ 0/π വരും. എക്സ് ഓഫ് ടി കോസ് എൻ ഒമേഗ നോട്ട് 1 ആണ്. സോ കോസ് എൻ ടി ഡി ടി എന്ന് വരും. 0 മുതൽ പൈ വരെയുള്ള എക്സ് ഓഫ് ടിയുടെ വാല്യൂ നമുക്കറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4/2π 0 to π അത് a/π ഇൻറ്റു ടി ആണ് എക്സ് ഓഫ് ടിയുടെ വാല്യൂ. 0 മുതൽ പൈ വരെയുള്ള എക്സ് ഓഫ് ടിയുടെ വാല്യൂ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു കോസ് എൻ ടി ഡി ടി. ഇവിടെ നമുക്കറിയാം a/π എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. അത് വെളിയിലെടുക്കുമ്പോൾ 4ഉം 2ഉം ക്യാൻസൽ ചെയ്യും. 2/π അല്ലെങ്കിൽ 2a/π² എന്ന് വരും. ഇൻ്റഗ്രൽ 0 to π ടി കോസ് എൻ ടി ഡി ടി. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ദിസ് ഇസ് ഈക്വൽ ടു 2a/π² ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ടി ആണ്. ഇൻ്റഗ്രൽ യു വി പ്രോഡക്റ്റ് റൂളാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ദാറ്റ് ഈസ് സൈൻ എൻ ടി ബൈ എൻ. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. 0 to π മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് അത് 1 ആണ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മീൻസ് സൈൻ എൻ ടി ബൈ എൻ ഡി ടി. സോ വീണ്ടും അത് ഓപ്പൺ ചെയ്യുക. 2a/π² ഇൻറ്റു ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. പൈ ഇൻറ്റു സൈൻ എൻ പൈ. സൈൻ എൻ പൈ 0 ആണ്. സോ ഈ ഒരു ടേം ഫസ്റ്റ് ടേം 0 ആണ്. മൈനസ് ടിക്ക് 0 കൊടുക്കുമ്പോൾ സെക്കൻഡ് ടേമും 0 ആയി പോകും. മൈനസ് ഇൻ്റഗ്രൽ നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ എൻ ടിയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് എൻ ടി ബൈ എൻ ആണ്. എന്നും എന്നും n² ആവും. മൈനസും ഇവിടുത്തെ മൈനസ് കൂടെ പ്ലസ് ആവും. സോ ആൻസർ കോസ് എൻ ടി ബൈ n² എന്ന് വരും. ലിമിറ്റ് 0 മുതൽ പൈ വരെയാണ്. ദെൻ ആ n² കൂടെ ഞാനിഞ്ഞ് കോമൺ എടുക്കുന്നു. ദാറ്റ് ഈസ് 2a/n² π² ഇൻറ്റു കോസ് എൻ പൈ മൈനസ് കോസ് 0 1. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇങ്ങനെയാണ്. ഇത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ 2a/n² π² ഇൻറ്റു -1 the whole raised to n -1 ഇങ്ങനൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ എ എൻ. ഇനി നമുക്ക് സീരീസിൻ്റെ എക്സ്പാൻഷൻ എഴുതാം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു a0 പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എ എൻ കോസ് എൻ ഒമേഗ നോട്ട് ടി പ്ലസ് ബി എൻ സൈൻ എൻ ഒമേഗ നോട്ട് ടി. ബി എന്നിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് നമ്മളത് 0 എന്ന് കൊടുക്കുന്നു. ഇനി ഇവിടെ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. a0യുടെ വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. a0യുടെ വാല്യൂ a/2 ആണ്. a/2 ആണ് നമ്മുടെ വാല്യൂ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എ എന്നിൻ്റെ വാല്യൂ 2a/n² π² -1 the whole raised to n -1 അത് എ എന്നിൻ്റെ വാല്യൂ ആണ്. ഇൻറ്റു കോസ് എൻ ടി ഒമേഗ നോട്ട് 1 ആയതുകൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുക. a/2 പ്ലസ് എന്നിന് 1 കൊടുക്കുന്നു. 1 കൊടുക്കുമ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ 2a/π² ഇൻറ്റു -1 ഹോൾ റേസ് ടു 1 -1 അതായത് -2 എന്ന് വരും. ഫസ്റ്റ് ടേം നമുക്ക് -2 ആയിട്ട് നമുക്ക് കിട്ടും. ദെൻ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. സെക്കൻഡ് ടേം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്നിന് 2 കൊടുക്കുന്നു. 2 കൊടുക്കുമ്പോൾ -1 the whole square 1 -1 0 വരും. ദെൻ വീണ്ടും തേർഡ് ഇവിടെ ഒരു കോസ് ഉണ്ട്. കോസ് ഫംഗ്ഷനോട് എഴുതിക്കോണം. 1 കൊടുക്കുമ്പോൾ ഉള്ള കോസ് ഫംഗ്ഷൻ കോസ് ടി. ദെൻ നെക്സ്റ്റ് ടേം 0 ആണ് 2 കൊടുക്കുമ്പോൾ. ദെൻ 3 കൊടുക്കുമ്പോൾ 2a/
3 കൊടുക്കുമ്പോൾ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 വരും, 9 പൈ സ്ക്വയർ. ദെൻ ഇവിടെ 3 കൊടുക്കുമ്പോൾ ഒരു -2 കൂടെ വരും, കോസ് 3t പ്ലസ് 0 പ്ലസ് എക്സെട്ര. സോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു, നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഒരു സ്റ്റെപ്പിൽ വീണ്ടും ആ -2 × 2 -4 എന്നുള്ള രീതിയിൽ എഴുതി നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. സോ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ സീരീസ് പോകുന്നത്. അപ്പോൾ ഇവിടെ കൊസൈൻ ടേംസ് ആയിരിക്കും ഇതിനകത്തുള്ളത്. സോ ഇത് ഒരു എക്സാമ്പിൾ ഫോർ ഈവൻ സിമെട്രിക്കൽ സിഗ്നലാണ്. സോ നമ്മളിന്ന് പഠിച്ചത് ഈവൻ സിമെട്രിക്കും ഓഡ് സിമെട്രിക് കണ്ടീഷൻസിനും എക്സാമ്പിൾസ് ആണ്. അതോ അടുത്ത ലെക്ചറിൽ നമുക്ക് എക്സ്പോണൻഷ്യൽ ഫോറിയർ സീരീസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.